അടുത്ത് നിൽക്കുന്നവർ ഇൻവിസിബിൾ ആവുന്നത് കണ്ടിട്ടുണ്ടോ? എന്നാൽ ഞാൻ ഇന്നത് കാണിക്കാം. മലകൾക്കൊരു മാന്ത്രികതയുണ്ട്, അത് നമ്മളെ മാടി വിളിക്കും. കോടമഞ്ഞും തണുത്ത കാറ്റിന്റെ സ്പർശവും ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, കുളിര് കോരുന്നല്ലേ. ഓരടി മാറ്റാൻ എവിടെങ്കിലും ഒന്ന് പോയാലോ എന്ന് ചിന്തിച്ചു തുടങ്ങിയതാണ്. അത് അവസാനം ഞങ്ങളെ പൊന്മുടിയിൽ കൊണ്ട്. ഈ ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാനും എന്റെ ഹസ്ബൻഡും നാത്തൂനും കുഞ്ഞും. ഇതാണ് കേട്ടോ അടുത്ത് നിൽക്കുന്നവർ വരെ മാഞ്ഞു പോകുന്ന ആ മായാജാല കാഴ്ച. പോരാത്തതിന്റെ തണുത്ത കാറ്റും ചാറ്റൽ മഴയും എന്റെ അമ്മോ അതിഗംഭീര ക്ലൈമറ്റ്. അത് മാത്രമല്ല, ഇത് യുവിക്കുട്ടന്റെ ഫസ്റ്റ് മൗണ്ടൻ ആൻഡ് കോട എക്സ്പീരിയൻസ് ആണ്. എക്സ്പീരിയൻസ് ഒക്കെ കൊള്ളാം, പക്ഷേ കുഞ്ഞിനെ അധികം മഞ്ഞത്തെ എക്സ്പോസ് ചെയ്യുന്നതിനോട് എനിക്ക് താല്പര്യമില്ലായിരുന്നു. ഇവിടെ സ്റ്റേക്ക് അധികം പ്രോപ്പർട്ടീസ് ഒന്നും ബുക്കിംഗിൽ കണ്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ KTDCയിലാണ് സ്റ്റേ എടുത്തത്. KTDC ഗോൾഡൻ പീക്ക്. ഇതൊരു ബ്യൂട്ടിഫുള്ളി ലാൻഡ്സ്കേപ്ഡ് പ്രോപ്പർട്ടി ആണ് കേട്ടോ. ഇവിടെ അങ്ങനെ റൂംസ് അവൈലബിൾ ആകാറില്ല. നമുക്ക് ഭാഗ്യം കൊണ്ടാണ് കിട്ടിയത്. നമ്മളിങ്ങനെ റൂമിൽ സെറ്റിൽ ഡൗൺ ആയി. തരക്കേടില്ലാത്തൊരു റൂം, എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. അബിയുടെ മുഖമൊക്കെ കണ്ടാൽ ഞങ്ങൾ എന്തോ കോൺഫറൻസിന് വന്ന പോലെയുണ്ട്. സത്യത്തിൽ സൺറൈസ് സ്പോട്ട് നോക്കുന്ന തീക്ഷ്ണതയാണത്. ഓർഡർ ചെയ്ത ഫുഡൊക്കെ വന്നു, നല്ല ഫ്രഷ് ആൻഡ് യെമ്മി ആയിരുന്നു. പിറ്റേന്ന് വെളുപ്പിനെ അവർ രണ്ടുപേരും കൂടെ സൺറൈസ് കാണാൻ പോയി. അല്ലെങ്കിലും കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ സൺറൈസ് ഒക്കെ വീട്ടിൽ തന്നെ. എന്ത് ചെയ്യാം, അങ്ങനെ അവിടുത്തെ ബാൽക്കണി ചെന്ന് നിന്ന് സൺറൈസ് കണ്ട് സംതൃപ്തിപ്പെട്ടു. ശരിക്കും ഇവിടുന്ന് നോക്കിയാൽ തന്നെ ഭയങ്കര വ്യൂ ആണ് കേട്ടോ. കുറച്ചു കഴിഞ്ഞപ്പോ കാണാം കാവടി തുള്ളിപ്പോയവർ ട്രാജഡി ആയി വരുന്നു. 8 മണി കഴിയാണ്ട് ഗവൺമെന്റ് അങ്ങോട്ട് കയറ്റി വിടില്ല പോലും. സോ സാഡ്. അതുകൊണ്ട് ഞാൻ കണ്ട സൺറൈസ് പോലും അവര് കണ്ടില്ല. എന്താണല്ലേ, ഈ റൂമിലെ കർട്ടൻ റേസ് ചെയ്താൽ ഇത്രയും വലിയ വ്യൂ ഉണ്ടായിരുന്നെന്ന് ഞങ്ങൾ വൈകിയാണ് മനസ്സിലാക്കിയത്. പിന്നെ വേറൊരു കാര്യം, ഞങ്ങളുടെ റൂമിൽ രാത്രിയിൽ വേർത്ത രക്തദാഹികൾ പതുങ്ങിയിരിക്കുന്നുണ്ടായിരുന്നു. ഒരു നിമിഷം ഞാൻ വീണയെ പോലും സംശയിച്ചു. പക്ഷെ മാടമ്പള്ളിയിലെ മനോരോഗിതേ ഇവനായിരുന്നു. ചോര കുടിക്കുന്ന അട്ട, മനുഷ്യരെ പേടിപ്പിക്കാനായിട്ട്. ഇവൻ എന്നെ ഊറ്റി കുടിച്ചു കേട്ടോ. ഇതേ മറ്റൊരു കാഴ്ച, എന്താ അച്ഛന്റെ മോന്റെ സ്നേഹം. അങ്ങനെ ഞങ്ങൾക്ക് വെക്കേറ്റ് ചെയ്യാനുള്ള സമയമായി. പക്ഷെ കോംപ്ലിമെന്ററി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, അപ്പൊ അത് കഴിക്കാൻ പോവാം. ഇവിടുത്തെ റെസ്റ്റോറന്റ് താഴെയാണ്. പോകും വഴി എനിക്ക് മറ്റു ചില കാര്യങ്ങൾ നോക്കാനുണ്ട്. പണ്ട് വന്നപ്പോൾ താമസിച്ച കോട്ടേജ് എനിക്ക് കാണണം. കൂടാതെ എന്റെ ഓർമ്മയിൽ അവിടെ എവിടെ ഒരു മനോഹരമായ കുളമുണ്ട്, അതും എനിക്ക് നോക്കണം. ഞങ്ങൾ അങ്ങനെ യുവിക്കുട്ടനെ സൈഡിൽ സ്ട്രോളറിൽ വെച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. നല്ല സിമ്പിൾ ആൻഡ് എലഗൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇതാണ് ആ പണ്ട് താമസിച്ച കോട്ടേജ്. പക്ഷെ കുളം എവിടെ? എവിടെയോ എന്തോ എന്തേലും അടച്ചു വേണ്ടായിരുന്നു. ഞാൻ തന്നെ എന്റെ കുഴി തോണ്ടുകയാണല്ലോ ഈശ്വര. അഭിക്കും എനിക്കത് മതിയല്ലോ. അങ്ങനെ പൊന്മുടിയുടെ കുളിരുള്ള ഓർമ്മ മനസ്സിൽ സൂക്ഷിച്ച് ഞങ്ങൾ യാത്രയായി. ഞങ്ങളുടെ ബോറടി ഇനിയും തീർന്നിട്ടില്ല കേട്ടോ. സോ വെയിറ്റ് ആൻഡ് വാച്ച്. അപ്പൊ അത്രേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.